ദൃശ്യം 3 ഏറ്റവും കൂടുതൽ മലയാളികൾ കാത്തിരിക്കുന്ന 2026 ചിത്രം. സംശയം വേണ്ട, കാരണം ഏറ്റവും കൂടുതൽ പേര് കാത്തിരിക്കുന്നതാണ് ദൃശ്യം 1. ആദ്യത്തെ 50 കോടിയാണ് 2013 തോന്നുന്നു റിലീസ്. 50 കോടി നേടിയ ചിത്രമാണ്, മലയാള ചിത്രമാണ്. ദൃശ്യം 2 OTT-യിൽ വമ്പൻ വരവേൽപ്പായിരുന്നു. അതിന് OTT-യിൽ ഒരു സൂപ്പർ മെഗാ ഹിറ്റ് ആയിരുന്നു. ദൃശ്യം 3 വരുമ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നത് ക്ലാസിക് ക്രിമിനൽ, അതായത് ജോർജ് കുട്ടിയുടെ എന്തൊക്കെയാണ് ഇനിയുള്ള മാറ്റങ്ങൾ കാണാൻ. എന്തായാലും കുടുംബ പ്രേക്ഷകരായിക്കോട്ടെ മലയാളികൾ ഒന്നടങ്കം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കയ്യടി കൊടുക്കേണ്ടത് ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ആന്റണി പെരുമ്പാവൂർ, ആശീർവാദ സിനിമാസിൻ്റെ. കാരണം വളരെ പ്രമുഖ നടന്മാരുടെ എല്ലാം, ബാക്കിയുള്ള പ്രമുഖ നടന്മാരുടെ എല്ലാം പ്രൊഡ്യൂസർമാരെ നോക്കിയാൽ ഏത് പ്രൊഡ്യൂസർമാരുടെ കമ്പനി നോക്കിയാൽ, ഇനി ഏത് നോക്കിയാൽ പോലും ആന്റണി പെരുമ്പാവൂരാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന. പരസ്യത്തിലാണെങ്കിലും ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ഡേറ്റ് എടുത്താൽ, ഇപ്പം ആദ്യം റിലീസ് വന്ന ദൃശ്യം April 2 മാറ്റിയപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു എന്ത് ഡേറ്റ്, ഇനി ഡേറ്റ് കിട്ടത്തില്ല. May 21 എന്ന് പറയുന്ന മോഹൻലാലിന്റെ ബർത്ത്ഡേയുടെ അന്ന് മോഹൻലാലിന് കൊടുക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റായിട്ടാണ് ആന്റണി പെരുമ്പാവൂർ. പടം നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ അത് സിനിമ റിലീസ് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഡേറ്റ്, കാരണം GCC-ലൊക്കെ അതിനകത്ത് ഒരുപാട് ദിവസങ്ങൾ അവധി കിട്ടുന്നുണ്ട്. മാത്രമല്ല പ്രീസെയിൽ ബുക്കിംഗ് ഒക്കെ ഇപ്പം തന്നെ ഫാൻ ഷോ ഒക്കെ റെക്കോർഡ് ബുക്കിംഗ് ആണ്. റെക്കോർഡ് ബുക്കിംഗ് കഴിഞ്ഞ് ഫാൻ ഷോ പലയിടത്തും ടിക്കറ്റ് കിട്ടാനില്ല, ഫുള്ളായി. നമ്മുടെയൊക്കെ അടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പോലും ടിക്കറ്റൊക്കെ, ഫാൻ ഷോയുടെ ഒക്കെ ടിക്കറ്റ് ഫുള്ളായി. 8 മണിക്കൊക്കെയാണ് ഷോ, 2.5 മണിക്കൂറാന്ന് തോന്നുന്നു പടം. 5, 6, 7 ഷോയൊക്കെയും നല്ല ഗംഭീര പടവുമാണെങ്കിൽ അന്നേരം അതിനെല്ലാം ആന്റണി പെരുമ്പാവൂർ നല്ല ഗംഭീരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പടം ഗംഭീരോടാണെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ആദ്യത്തെ 500 കോടി കയറും. ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ തള്ളാണെന്നൊക്കെ പറയും, പക്ഷേ സത്യം അതാണ്. കാരണം അതുപോലെ മാർക്കറ്റ് ചെയ്യാവുന്ന ആടയിൽ പടം കിട്ടണം. പടം ഗംഭീരമായ മാത്രം പോരാ, പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് വൈഡായിട്ട് നല്ല ഗംഭീരമായിട്ട് ജനമനസ്സുകളിൽ കയറുന്ന രീതിയിൽ എല്ലാ രീതിയിലും പബ്ലിസിറ്റി ചെയ്യുമ്പോഴാണ് ആ പടം ഗംഭീരമായിട്ട് നിറഞ്ഞോടുന്നത്. അത് ദൃശ്യം 3 ഒരു ഗംഭീര അഭിപ്രായം വന്നാൽ, അത് മലയാളത്തിലെ ദൃശ്യം 1 50 കോടിയെങ്കിൽ ഉറപ്പായിട്ട് ദൃശ്യം 3 അതിഗംഭീരം എന്ന് വന്നാൽ ആദ്യത്തെ 500 കോടിയാണ്. അതിനകത്ത് സംശയം വേണ്ട. കാരണം അതാണ് ആന്റണി പെരുമ്പാവൂരിന്റെ മാസ്. 100% നമുക്ക് പ്രതീക്ഷിക്കാം. ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് ഗംഭീര ഹിറ്റ് അടിക്കട്ടെ ദൃശ്യം 3.